ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. ആ ഒരു വ്യക്തിയെക്കുറിച്ച്, ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ ഇന്റൻഷൻ എന്താണ്, ഇനി നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തിക്കുള്ള ആ ഒരു റോൾ എന്താണ്, അവരെത്ര നാൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും, ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സൺ ആണോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ കാർഡുകളിൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിന്. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തോന്നുന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്, അവർ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, തുടങ്ങിയ കാര്യങ്ങൾ, നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സുകൾ എന്തൊക്കെയാണ്, ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സൺ ആണോ എന്നൊക്കെയുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കാർഡുകൾ വീണ് കിട്ടിയിട്ടുണ്ട്. ദ ഹൈ പ്രിസ്റ്റസ് കാർഡ്, ദ ഹാങ്ഡ് മാൻ എനർജി, Strength card, Empress card, 6 of Wands, Queen of Wands, Ace of Swords, 8 of Swords, Page of Cups, 3 of Wands, 5 of Swords, 7 of Swords. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. ഓക്കെ, കിങ് ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹൈ പ്രിസ്റ്റസ് കാർഡും അതുപോലെ ഹാങ്ഡ് മാൻ, 2 കാർഡുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹൈ പ്രിസ്റ്റസും ഹാങ്ഡ് മാനും കൂടെ ഒരുമിച്ച് കോംബോ ആയിട്ട് വരുമ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്, ഇവരുടെ മനസ്സ് വളരെ ഒരു മിസ്റ്റീരിയസ് ആണ്, ഒത്തിരി രഹസ്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പൊതുവെ പറയാനായിട്ട് പറ്റും. എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അതാണ് ഈ ഒരു ഹൈ പ്രിസ്റ്റസ് കാർഡ് ഫസ്റ്റ് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഇൻറ്റ്യൂഷൻസ് ശക്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയാം. അതായത് അവർക്ക് നിങ്ങളും അവരുമായിട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും, എത്ര അകലത്തിലാണെങ്കിലും, ഈ ഒരു വ്യക്തിക്ക്, അതായത് ആരെക്കുറിച്ചാണോ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു പേഴ്സണ് നിങ്ങളെ തൊട്ടടുത്തുള്ളതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇൻറ്റ്യൂഷൻ വഴി സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്ക് സാധാരണയായിട്ട് സ്വന്തം ഇമോഷൻസ് ഹൃദയത്തിൽ തന്നെ വെക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലുള്ള പേഴ്സൺസ് ആയിരിക്കും. എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് നേരിട്ട് പറയാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാം ഒരു ഒബ്സർവ് ചെയ്ത് ഒരു പതിയെ മനസ്സിലാക്കുന്ന ഒരു നേച്ചർ. ഒരു ട്രസ്റ്റ് കിട്ടാതെ ഫുള്ളി ഓപ്പൺ ആവില്ല ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ്. അതായത് ട്രസ്റ്റ് നല്ല രീതിയിൽ വിശ്വസിക്കാം എന്നാൽ മാത്രമേ ഈ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയുടെ മുന്നിൽ കുറച്ചെങ്കിലുമൊക്കെ ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീക്ക്നെസ് ആരും കാണരുത് എന്ന രീതിയിൽ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയാൻ പറ്റും. പിന്നെ ഹൈ പ്രിസ്റ്റസ് കാർഡിന്റെ ഇതിൽ വരുമ്പോഴത്തേക്കും ഇവര് സൈലന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാണ്, എല്ലാം അവർ നോട്ടീസ് ചെയ്യും, പക്ഷെ പ്രതികരണം വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും ഇവരൊന്നും നോട്ടീസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് പലപ്പോഴും ശ്രമിക്കും, പക്ഷെ സ്വന്തം ഫീലിങ്സ് അവർ ഹൈഡ് ചെയ്ത് വെക്കും. ഇൻറ്റ്യൂഷൻസ് വളരെ സ്ട്രോങ് ആണെങ്കിലും ആ ഒരു എന്താ പറയാ, സംസാരത്തിലൂടെയുള്ള എക്സ്പ്രഷൻസ് കുറവായിരിക്കും എന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങളെ മിസ് ചെയ്താലും ഡയറക്റ്റ് ആയിട്ട് അവരത് പറയാതെ ഇൻഡയറക്ട്ലി ബിഹേവ് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നോക്കിയിട്ടായാലും നോക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നതുപോലെ അവർ ആക്ട് ചെയ്യാം. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ പറയാതെ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ
ഇവർക്ക് കണ്ടുപിടിക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഹാൻഡ്മാനിലേക്ക് വരുമ്പോൾ ഇവരിപ്പോൾ ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു ഫേസിലാണ്. ആക്ഷൻസ് എടുക്കാനായിട്ട് കഴിയാതെ നിൽക്കുന്നു. സിറ്റുവേഷനെ ഇങ്ങനെ ദൂരത്ത് നിന്ന് ഒബ്സർവ് ചെയ്യുന്നു. അതാണ്. അപ്പൊ സാക്രിഫൈസ് അല്ലെങ്കിൽ വെയിറ്റിംഗ് എനർജി, ഇതിലേതെങ്കിലും ഒരു എനർജിയാണ് അവർ കൈക്കൊള്ളാനായിട്ട് ഇപ്പൊ പോകുന്നത്. ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ഫീലിങ്സ് ഇല്ല എന്നല്ല അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ കൂടുതലാണ്. മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒരു അവരുടെ ആക്ഷൻസ് വളരെ സ്ലോലി പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കൂടുതലായിട്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എംപ്രസ് കാർഡ്, ക്യൂൻ ഓഫ് വാൻസ്, ഈ 3 കാർഡുകൾ വന്നിട്ടുണ്ട്. ഇവിടെ സ്ട്രോങ് അട്രാക്ഷൻ വളരെ ക്ലിയർ ആണ് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്ട്രെങ്ത് കാർഡ് കാണിച്ചിരുന്നത്. അപ്പൊ നിങ്ങളോട് ഇമോഷണൽ ആയിട്ട് ഒത്തിരി അട്രാക്ഷൻ ഇവർക്ക് തോന്നുന്നുണ്ട്, ഒത്തിരി കണക്ഷൻ ഉണ്ട്. പക്ഷെ ഇമോഷൻസ് അവരുടെ ഇമോഷൻസ് ആ ഒരു നിങ്ങളോടുള്ള അവരുടെ ആ ഒരു സ്നേഹമാവുന്ന ഫീലിങ്സുകളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്ന എനർജിയും കാണുന്നുണ്ട്. അത് ഒരു വൾണറബിൾ ആകാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. കാരണം ഒത്തിരി ഇത് എക്സ്പ്രസ് ചെയ്ത് അല്ലെങ്കിൽ മറ്റാളുകളൊക്കെ അറിഞ്ഞ് നിങ്ങളോട് ഇത്രയധികം സ്നേഹം ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നറിയുമ്പോൾ അവരുടെ ചുറ്റുമുള്ള ആളുകൾ അവരെ വില കുറിച്ച് കാണുമോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വില കുറിച്ച് കാണുമോ എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു റിജക്ഷനും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എല്ലാവരും അറിയുമോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് 4 പേര് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ബ്രേക്കപ്പിലേക്കൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് അറിയുന്നത് ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതിനൊക്കെ അവർ പേടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് അവർ ആ ഒരു ഇമോഷൻസ് അവരെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ കാണുമ്പോൾ അവര് കാം ആവുകയും നെർവസ് ആവുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഫീലിങ്സുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് എംപ്രസ് ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ് എംപ്രസ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇവർ നിങ്ങളെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഉള്ളൊരു പേഴ്സൺ ആയിട്ടാണ് ഇവർ കാണുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ലൈഫിൽ ഒരു ബാലൻസ് ചെയ്ത് ലൈഫിനെ കൊണ്ടുപോകുന്ന ഒരു പേഴ്സൺ എന്ന രീതിയിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ആ ഒരു പ്രശ്നത്തെ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിവുള്ള ഒരു നാച്ചുറലി ഒരു മാഗ്നറ്റിക് ഫീല് നൽകുന്ന ഒരു വ്യക്തി, മാജിക്കലായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പേഴ്സൺ എന്ന ആ ഒരു രീതിയിൽ നിങ്ങളെ കാണുന്നുണ്ട്. ഒരു ഫെമിനിയൻ ഡിവൈൻ എനർജി ഉള്ള ഒരാൾ എന്ന രീതിയിലാണ് അവർ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് ഇവരെ മെന്റലി അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുമ്പോൾ ഇവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയരുന്നു പലപ്പോഴും. അത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. നിങ്ങൾ കൂടെയുള്ള സമയത്ത് അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. മറ്റുള്ള ആളുകളുടെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ അവർ വളരെ ഹാപ്പിയാണ്. കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ ഉയരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൻസിലേക്ക് വരുമ്പോഴത്തേക്കും ഫിസിക്കൽ അട്രാക്ഷൻ ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ളത്. കോൺഫിഡൻറ്റ് ഓറ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ആളുകൾ നാച്ചുറലി നോട്ടീസ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങൾ. അതുപോലെ തന്നെ ഒരു നല്ല വാംത്തുള്ള ഊഷ്മളതയുള്ള ഒരു പ്രകൃതമുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇവർക്ക് നിങ്ങളെ ഇഗ്നോർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പുറത്തേക്ക് കൂളായിട്ട് അവർ ബിഹേവ് ചെയ്താലും മൈൻഡിൽ നിങ്ങളെ ഒരു റിപ്പീറ്റ്ലി നിങ്ങളെ കുറിച്ച് തന്നെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എനർജീസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 6 ഓഫ് വാൻഡ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഇവർക്ക് ശരിക്കും ഒരു വാലിഡേഷൻ ആണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കെയർ ചെയ്യണം, ഇവർക്ക് റെസ്പെക്ട് കൊടുക്കണം, ഇവരെ ഒരു വാല്യുബിൾ പേഴ്സൺ ആയിട്ട് കാണണം എന്നൊക്കെ. നിങ്ങൾ മാത്രമല്ല ഇവരുടെ ചുറ്റുമുള്ള ആളുകളെല്ലാവരും ഇവർക്ക് വില കൽപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ഈഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഈഗോയും കാര്യങ്ങളൊന്നും ഹേർട്ട് ആകാനായിട്ടും അവർ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തനിക്ക് ജയിക്കണം, തനിക്ക് മുന്നോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ ഒന്നാമത് എത്തണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു പേഴ്സൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് എന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു പബ്ലിക് ഇമേജ് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു നിങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളിൽ ഇത്രയും ഒരു അട്രാക്റ്റഡ് ആണ് ഈ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ഈ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ട് എന്ന് പുറത്ത് പറയാനോ അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനോ ഈ വ്യക്തി മടിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. പബ്ലിക് ഇമേജ് ഭയന്നാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇവരെ ശ്രദ്ധിക്കാത്ത സമയങ്ങളിൽ ഇവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. ഞാൻ ഇവരുടെ മൈൻഡിലുണ്ടോ എന്നൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഇവർക്കുണ്ട്. അല്ലെങ്കിൽ എന്നെ അവർ ശ്രദ്ധിക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കാതെ, എനിക്ക് കെയർ തരുന്നില്ല, അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഇവർ പുറത്ത് കാണിക്കുന്നില്ല. കാരണം അവർക്ക് അത് നിങ്ങളോട് തുറന്ന് ചോദിക്കാനോ പറയാനോ ഒട്ടും കഴിയുന്നുമില്ല. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഏസ് ഓഫ് സോൾസിന്റെ ഒരു എനർജി വരുന്നുണ്ട്. ഈ ഒരു കാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാർഡാണ് ഏസ് ഓഫ് സോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഒരു ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ് ഈ കാർഡ്. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട്, എങ്ങനെയാണെങ്കിലും ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി വരുന്നു. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന പേഴ്സണുമായിട്ടുള്ള ആ ഒരു എന്ത് കാര്യമാണോ അതിനൊരു ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഒരു ട്രൂത്ത് റിയലൈസ് ചെയ്യുന്ന ഒരു സമയത്തിലേക്കാണ്, ഒരു സത്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് അത് മറച്ചു വെക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ചെന്നെത്തും എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ചാൻസസ് അവിടെ കൂടുതലായിട്ട് നമുക്ക് പറയാനും പറ്റും. അപ്പം ഇവരുടെ മനസ്സിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിയലൈസേഷൻ ഉണ്ട്. ഈ ഒരു കണക്ഷൻ ശരിക്കും സാധാരണമായ രീതിയിലുള്ള ഒരു കണക്ഷൻ അല്ല. ഞാൻ ഒത്തിരി ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വെച്ചിട്ടുണ്ട്, പല രീതിയിലുള്ള റിലേഷൻഷിപ്പുകൾ വെച്ചിട്ടുണ്ട്, പക്ഷെ പല ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഈ ഒരു വ്യക്തിയും ഞാനുമായിട്ടുള്ള കണക്ഷൻ, അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ കണക്ഷൻ ആണ്. ഈ ഒരു കണക്ഷൻ സാധാരണമായിട്ടുള്ള ഒന്നല്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു സത്യം മനസ്സിലാക്കിയിട്ടും അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവർ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ അത്രത്തോളം എന്തോ ഒരു കണക്ഷൻ നമ്മൾ തമ്മിലുണ്ട് എന്നറിഞ്ഞിട്ട് പോലും ആ ഒരു വ്യക്തിയെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നു. ചിലപ്പോൾ അവർക്ക് ഇതിന്റെ ഒരു വശത്ത് ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു പേഴ്സൺ ആകാനും ചാൻസസ് ഉണ്ട്. എങ്ങനെയാണെങ്കിലും ഇനി വരുന്ന നാളുകളിൽ ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരികയും ഈ ഒരു സത്യം, അതായത് നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു പ്രത്യേക സാധാരണ രീതിയിലല്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോൾ കണക്ഷൻ ലെവലിലേക്കുള്ള ഒരു കണക്ഷൻ ആണ് എന്ന് ഇവർ മനസ്സിലാക്കുകയും നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സുകൾ കൂടി വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് ഈ പേഴ്സൺ മാറുകയും അതിനുശേഷം നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ചാൻസസ് ആണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നത് 8 ഓഫ് സോൾസിന്റെ ഒരു കാർഡാണ്. ഇവിടെ ശരിക്കും ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ്, ഒരു മാനസിക യുദ്ധം നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാർഡ് വളരെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു മെന്റൽ എനർജിയാണ് കാണിക്കുന്നത്. ഇവര് ഒത്തിരി ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഫിയർ കൊണ്ട് സെൽഫ് ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ അവർ ഫീൽ ചെയ്യുന്ന ഒരു ഉള്ളിലുള്ള ഫീലിങ്സുകളാണ് നമ്മൾ പറയുന്നത്. പുറത്ത് ഇതൊന്നും കാണിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഒരു സമയത്ത് ഇവരെ റിജക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾ ഇവരെ വേണ്ടാന്ന് വെച്ച് പോകുമോ. കാരണം ഒത്തിരി നിങ്ങളെ ഈ ഒരു പേഴ്സണേക്കാളും ഒത്തിരി നല്ല രീതിയിൽ ഹാൻസം ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ക്വാളിറ്റി ഉള്ള പേഴ്സൺസ് ആയിരിക്കാം. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തി ചിന്തിക്കുമ്പോൾ എന്നെക്കാളും ഒരു പിടി ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ എന്ന രീതിയിൽ അവർ നിങ്ങളെ കാണുന്നുണ്ടാകാം. അപ്പോൾ ഇവരെക്കാൾ നല്ലൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ റിജക്റ്റ് ചെയ്ത് പോകുമോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും അധികം ഒരു സ്നേഹമുണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്തതിന് ശേഷം എനിക്കൊരു വിലയില്ലാതെയായി തീരുമോ എന്നൊക്കെ അവർ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ് രീതിയിലുള്ള ഒരു മെസ്സേജ് അയക്കണോ, അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യണോ, അവർ വന്ന് എന്നോട് കുറച്ചും കൂടെ ഒരു വൾനറബിൾ ആയിട്ടുള്ള രീതിയിൽ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തട്ടെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യണമോ എന്നുള്ളൊരു മെന്റൽ ലൂപ്പിനകത്ത് അവരിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പല കാര്യങ്ങളും ഇവർ സ്വന്തം തലച്ചോറിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് ഒന്നും അവർ പുറത്തേക്ക് വിടുന്നില്ല. അവർ തന്നെ ഇങ്ങനെ ചിന്തിച്ച് അതിന്റെ മുകളിൽ ചിന്തിച്ച് വീണ്ടും ചിന്തിച്ച് അങ്ങനെ ആ ഒരു മെന്റൽ ലൂപ്പിനായിട്ട് അവരിങ്ങനെ പെട്ടുകിടക്കുകയാണ്. ഒന്നും ഒരു ആക്ഷൻ എടുക്കുന്നില്ല. അപ്പം എല്ലാ ചിന്തകളുടെയും അവസാനം അവരുടെ തലച്ചോറിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക്. അതായത് അവരിൽ തന്നെ പെട്ടുകിടന്ന് കുഴഞ്ഞു മറയുന്ന ഒരവസ്ഥ. ഓക്കെ, പിന്നെ നോക്കുവാണെങ്കിൽ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നമുക്ക്. അതുപോലെ ഇവിടെ മാസ്റ്റർ കാർഡ്, കിങ് ഓഫ് കപ്സ്, ഈ രണ്ട് കപ്സിന്റെ എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവരുടെ ഉള്ളില് ഇമോഷണൽ സൈഡ് വളരെ ഡീപ്പാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഫീലിങ്സ്, നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്, ജെനുവൻ ആയിട്ടുള്ള ഒരു ഫീലിങ്സുകളൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റും. പിന്നെ സീക്രട്ട്ലി റൊമാൻറ്റിക് ആയിട്ടുള്ള തോട്ട്സുകൾ, നിങ്ങളെക്കുറിച്ച് വളരെയധികം റൊമാൻറ്റിക് തോട്ട്സുകളൊക്കെ അവർക്ക് എപ്പോഴും വരുന്നുണ്ട്. നിങ്ങളെ അപ്രോച്ച് ചെയ്യണമെന്ന ഒരു ആഗ്രഹവും ഈ ഒരു പേഴ്സണുണ്ട്. ഇമോഷണൽ ആയിട്ടുള്ള മെസ്സേജസ് ഒക്കെ അയക്കാനുള്ള എനർജീസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവരെ നിങ്ങളെക്കുറിച്ച് ഡ്രീമിംഗ് ഒക്കെ, അതായത് ദിവാസ്വപ്നങ്ങളൊക്കെ കാണാനുള്ള സാധ്യതയും അല്ലെങ്കിൽ കാണുന്ന സാധ്യതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ കിങ് ഓഫ് കപ്സ് കാണിക്കുന്നത് ഇമോഷൻസ്, അവരുടെ ഇമോഷൻസ് വളരെയധികം, ഇപ്പൊ നമ്മൾ ഈ ഒരു പേജ് ഓഫ് കപ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇതെല്ലാം ഒരു കാഷ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലും വരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ
അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് മാസ്റ്റർ കാർഡ് കിങ് ഓഫ് കപ്സ് വരുന്നതുകൊണ്ട് തന്നെ ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. കാരണം ഇവിടെ ഇമോഷണൽ ഡീപ്നെസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു മെച്ചുവർ ആയിട്ട് അത് ഹൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. പുറത്തേക്ക് കൺട്രോൾഡ് ആയിട്ട് ആണ് അവരുടെ ആ ഒരു സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും എല്ലാം വിടുന്നത്. ഉള്ളിൽ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു കാഷ്വൽ ആയിട്ട് തമാശയ്ക്ക് വേണ്ടി ഒന്നും നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല, ജെനുവൻ ആയിട്ട് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് എന്ന രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഉള്ളിൽ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങളോടുണ്ട്. ഇവര് ഈസിലി ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ വൺസ് നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഇമോഷണലി ഡീപ്ലി കണക്ട് ചെയ്യുന്ന ഒരു പേഴ്സന്റെ ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണുന്നത്. അതായത് ഒരിക്കലും ഇവരൊരു സ്നേഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ സ്നേഹിച്ച് കൊല്ലും എന്ന് പറയുന്ന പോലത്തെ എനർജിയില്ലേ, ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ അവർക്ക് നമുക്ക് ഫസ്റ്റ് കാർഡുകളിൽ തന്നെ നമ്മൾ പറഞ്ഞു നല്ലൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ഫുള്ളി ഒരു പേഴ്സണ് മുന്നിൽ ഓപ്പൺ ആവുകയുള്ളൂ. അപ്പൊ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഒരു വിശ്വാസം അല്ലെങ്കിൽ സ്നേഹത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അവർ നിങ്ങളുടെ മുന്നിൽ പതിയെ ഓപ്പൺ ആകാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു വ്യക്തി എന്താണ് ഇതുവരെ നിങ്ങൾ കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള ഒരു പേഴ്സണേ അല്ലാത്ത ഒരു എനർജിയാണ് നിങ്ങൾ കാണാനായിട്ട് പോവുക. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് 3 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് കാണുന്നുണ്ട്. 3 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഈ കണക്ഷൻ ശരിക്കും ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത്. ഡിസ്റ്റൻസ് ഉണ്ടായാലും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സെപ്പറേഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഡിസ്റ്റന്റ്, അതായത് ആ സിറ്റുവേഷൻസ് തമ്മിൽ കുറച്ച് നിങ്ങൾ തമ്മിൽ അകലത്തിലേക്ക് പോകാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായാലും മൈൻഡിൽ ആ ഒരു കണക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സെപ്പറേഷനിലായിരിക്കാം, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഫ്ലോയിലല്ലായിരിക്കും റിലേഷൻഷിപ്പ് പോകുന്നത്. എങ്ങനെയാണെന്നുണ്ടായാലും ആ മനസ്സിലുള്ള ആ കണക്ഷൻ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ പോസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുമുണ്ട്. അപ്പൊ നിങ്ങളോടൊപ്പം നെക്സ്റ്റ് ഫേസ് ഇവര് ഇമാജിൻ ചെയ്യുന്നു. ഇനി വന്നതൊക്കെ വന്നു, ഇത് ഇവിടം വരെ എത്തി, ഇനി അടുത്ത ഫേസിൽ എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് അവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വെയിറ്റിംഗ് എനർജി ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അപ്പൊ ഇവര് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാതെ ഫ്യൂച്ചറിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ നോക്കുവാണെങ്കിൽ 5 ഓഫ് സോർഡ്സും പിന്നെ ഒരു കാർഡ് 7 ഓഫ് സോർഡ്സ്. ഈ 2 കാർഡുകളാണ് ഇനി നമുക്ക് ആകെ മൊത്തം ഇവിടെ ഉള്ളത്. ഓൾറെഡി മാസ്റ്റർ കാർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ 5 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വളരെയധികം ഒരു ക്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം, ഒരു ഡാർക്ക്നെസ്, ഇതൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു ഈഗോ കോൺഫ്ലിക്ട്സുകൾ, അതൊക്കെ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഓൾറെഡി വന്നു കഴിഞ്ഞ് പോയി നിങ്ങൾ സെപ്പറേഷനിലൊക്കെ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ആ ഒരു സെപ്പറേഷനൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈഗോ കോൺഫ്ലിക്റ്റ് കാരണമായിരിക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കുറെ മൈൻഡ് ഗെയിംസുകൾ നടന്നിട്ടുണ്ടാകാം, ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ഒരു സൈലന്റ് കോമ്പറ്റീഷൻ എനർജി വരെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഓൾറെഡി സെപ്പറേഷനിലും ആയിട്ടുണ്ടാകാം. എങ്ങനെയാണെങ്കിലും ആ സെപ്പറേഷൻ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം നമുക്കിവിടെ 3 ഓഫ് വാൻസിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം എല്ലാം കഴിഞ്ഞ് ഒന്ന് സെപ്പറേഷനിൽ പോയതിനു ശേഷം ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഫ്യൂച്ചറിൽ നിങ്ങളിലേക്ക് എങ്ങനെ വരണം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ 3 ഓഫ് വാൻസ് എന്ന് മനസ്സിലാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 5 ഓഫ് സോർഡ്സ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, 7 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം തുറന്നു പറയാത്തത്, അത്തരത്തിലുള്ള മൈൻഡുള്ള ഒരു പേഴ്സൺ ആണ്. ഇമോഷൻസ് എല്ലാം അവരുടെ ഇമോഷൻസ് അവർ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ 2 കാർഡുകൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ആളുകൾ സഡൻലി ഡിസപ്പിയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് കുറച്ച് നാളത്തേക്ക് അവർ സൈലന്റ് ആയി പോവുക, അതിനുശേഷം വളരെ സ്നേഹത്തോടെ തിരിച്ചു വരിക, ആ ഒരു രീതിയിൽ. പിന്നെ മിക്സഡ് ആയിട്ടുള്ള സിഗ്നൽസ് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും അവർ തരുന്ന റെസ്പോണ്ടിൽ നിന്നാണ് നമുക്ക് അങ്ങനെയുള്ള ഫീലിങ്സുകൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഒരു പേഴ്സൺ എന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കാനുള്ള സാധ്യതയുള്ള തരത്തിലുള്ള സിഗ്നൽസ് കിട്ടും. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്നെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സിഗ്നൽസ് ഉണ്ട്. അതാണ് മിക്സഡ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിഗ്നൽസ് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നിങ്ങളെ അതായത് സ്റ്റെയർ ചെയ്ത് നിൽക്കുക, അതായത് നിങ്ങൾ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അവർ ലൈവായിട്ട് തന്നെ നിൽക്കും, പക്ഷെ അപ്രോച്ച് ചെയ്യില്ല. അതായത് ഒരു ഇന്റൻസ് ഉള്ള രീതിയിൽ ഒരു സ്നേഹപ്രകടനങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല, അവരവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ചില വ്യക്തികളാകുമ്പോൾ ഒരു ജലസ് ഒക്കെ ഫീൽ ചെയ്യും. മറ്റുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയോ അവരോടൊപ്പം സന്തോഷിക്കുകയോ അവരോടൊപ്പം അങ്ങോട്ടേക്ക് പോകുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ ജലസ് ഫീൽ ചെയ്യും, അസൂയൊക്കെ തോന്നുമെങ്കിലും അത് അവരൊരിക്കലും പുറത്ത് കാണിക്കില്ല, അവരത് അഡ്മിറ്റ് ചെയ്യില്ല. അങ്ങനെ എനിക്ക് തോന്നി എന്നൊരിക്കലും അവർ കാണിക്കാതിരിക്കാനും നിങ്ങളെ അറിയിക്കാതിരിക്കാനും അവർ ശ്രമിക്കുന്ന ഒരു പേഴ്സൺസ്. അപ്പം നിങ്ങളെ കെയർ ചെയ്യുമ്പോഴും അവിടെ ഒരു ഡിറ്റാച്ച്ഡ് ഫീല് അവർ ആക്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ
അതിന്റെ പിന്നിൽ ഇമോഷൻ ഇല്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് ഇമോഷൻ വളരെ ഡീപ്പ് ആയതിനാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ്. കാരണം ഇവർക്ക് പാസ്റ്റിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, ഒത്തിരി ഇതുപോലെയുള്ള റിലേഷൻഷിപ്പിലൊക്കെ ചെന്നിട്ട് അവർ ഒത്തിരി അറ്റാച്ച്ഡ് ആയി പോയിട്ട് അവർ തന്നെ കരഞ്ഞു തീർത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവർ തന്നെയായിരിക്കും അതെല്ലാം സഫർ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇനിയും ആ ഒരു ഇതിലേക്ക് പോവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ്. അവരതിൽ നിന്ന് കയറി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു പരിധി വരെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറഞ്ഞു, കിങ് ഓഫ് കപ്സിന്റെ എനർജി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു പേഴ്സൺ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ഒരു വളരെ അറ്റാച്ച്മെന്റോട് കൂടിയിട്ടാണ് ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുക. ആ ട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഫുള്ളി ഓപ്പൺ ആയിട്ട് വളരെയധികം സ്നേഹത്തിലേക്ക് പോകുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഇതിനു മുന്നേ പാസ്റ്റിൽ അവർ അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് സ്നേഹത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവിടെ നിന്ന് ഒരു ഹേർട്ട് ലഭിക്കുകയും പിന്നീട് അവർ ആ ഒരു വ്യക്തിയായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആയിരുന്നാൽ തന്നെ ഈ ഒരു സമയത്ത് ആ ഒരു അറ്റാച്ച്മെന്റ് മാറ്റിയെടുക്കാൻ അവർ ഒത്തിരി സമയം എടുത്ത് വീണ്ടും അവർ റിക്കവറായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഒരു പരിധി വരെ അവർ ഓക്കെ ആണ് എന്ന് അവരെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർ പിന്നീട് ആരെയും അത്രയധികം പെട്ടെന്ന് തന്നെ ട്രസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരാളുമായിട്ട് അങ്ങനെ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആകാൻ ഉള്ള ടെൻഡൻസി കുറവായിരിക്കും. അതാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരെ തന്നെ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നു, അവർ സംരക്ഷിച്ച് നിർത്തുന്നു. അതാണ് അവർ നിങ്ങളെ കെയർ ചെയ്യുമ്പോഴും അവരൊരു ഡിറ്റാച്ച്ഡ് ആണ് എന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല എൻ്റെ ജീവിതം, ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന രീതിയിൽ മറ്റുള്ളവരെയും സൊസൈറ്റീനെയും നിങ്ങളെയും ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരിക്കും അവർ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ആസ് എ പാർട്ട്ണർ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരേപോലെ നിൽക്കുന്ന വ്യക്തി എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്കും അത് ഫീൽ ചെയ്യും. കാരണം ആ ഒരു ഡിറ്റാച്ച്മെന്റ് അവിടെ ഉണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ അതൊരു ഡിസ്കംഫർട്ട് ആയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇമോഷൻസ് ഇല്ല അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹമില്ല എന്നൊന്നും അതിനർത്ഥമില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഈ ഒരു ഫീലിങ്സുകളൊക്കെ ഉണ്ട്, പക്ഷെ ഫുള്ളി ഒരു ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ളൊരു എനർജി വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, clues related to this reading. Okay, first clue, yellow color, 1986, January month, letter H, Thrissur Jilla, white color, long nail, number 33, 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. 2002, 1985, 2004, white butterflies, lawyer, 1992, tea lover, tomorrow എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. expect miracles, May month, letter S, gaming, music, 1976, 1994, letter K, number 54, 1979, 1983, കുക്കിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ ഇ, ക്രേസി എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 48 അവേഴ്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ്. 1981, ലെറ്റർ ഒ, പേഷ്യൻസ്, ആക്ടിങ്, 2 weeks എന്ന് പറയുന്ന പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ദിസ് മന്ത്, ഒക്ടോബർ മന്ത്, റൈഡിങ്, ലെറ്റർ എം, 1992, number 40, number 2, true love, tattoo art, 1982, Kottayam Jilla, number 39, beautiful eyes, 1988, number 29, medical field, ഗ്രീൻ കളർ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.